നമസ്കാരം. ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. കേരളത്തിൽ വേനൽക്കാലം ആരംഭിക്കുകയും പകൽ താപനില ക്രമാതീതമായി ഉയരുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ ജോലി സമയം പുനർക്രമീകരിച്ച് ലേബർ കമ്മീഷണർ ഉത്തരവിറക്കി. ജോലി സമയത്തിൽ ക്രമീകരണം ഏർപ്പെടുത്തിയിരിക്കുന്നത് ഫെബ്രുവരി 11 മുതൽ മെയ് 10 വരെ ഉച്ചയ്ക്ക് 12 മണി മുതൽ 3 മണി വരെ. വേനലിന്റെ ആരംഭത്തിൽ തന്നെ കട്ടപ്പന കല്യാണത്തണ്ടിൽ കുടിവെള്ളക്ഷാമം രൂക്ഷം. നഗരസഭയുടെ കുടിവെള്ള പദ്ധതി ഉണ്ടെങ്കിലും മേഖലയിലെ ജനങ്ങൾക്ക് ഇത് ഫലപ്രദമായി ഉപയോഗിക്കാൻ സാധിക്കുന്നില്ലെന്ന് പരാതി. ഇതോടെ വലിയ വില നൽകി കുടിവെള്ളം വാങ്ങേണ്ട ഗതികേടിൽ പ്രദേശവാസികൾ. ലൈഫ് ഭവന പദ്ധതിയിൽ ലഭിച്ച വീട് നിർമ്മാണം പൂർത്തിയാക്കാനാവാതെ പ്രതിസന്ധിയിൽ വിധവയായ സ്ത്രീ. ഭവന നിർമ്മാണം പൂർത്തീകരിക്കുന്നതിന് സുമനസ്സുകളുടെ സഹായം അഭ്യർത്ഥിക്കുന്നത് വണ്ടിപ്പെരിയാർ സത്രം സ്വദേശി വിജയമ്മ. അടിമാലി സ്വകാര്യ ബസ് സ്റ്റാൻഡ് പരിസരത്തെ ദുർഗന്ധം ഒഴിവാക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് അധികൃതർ. ബസ് സ്റ്റാൻഡിൽ പ്രവർത്തിക്കുന്ന ശുചിമുറികളുടെ ഭാഗമായി സ്ഥാപിച്ചിട്ടുള്ള പ്ലാന്റിന്റെ അറ്റകുറ്റപ്പണികൾക്കായി 14 ലക്ഷം രൂപ നീക്കിവെച്ചു. വൈകാതെ ഇതുമായി ബന്ധപ്പെട്ട ജോലികൾ ആരംഭിക്കാനാകുമെന്ന് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി. വിശദമായ വാർത്തകളിലേക്ക്. കേരളത്തിൽ വേനൽക്കാലം ആരംഭിക്കുകയും പകൽ താപനില ക്രമാതീതമായി ഉയരുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ ജോലി സമയം പുനർക്രമീകരിച്ച് ലേബർ കമ്മീഷണർ ഉത്തരവിറക്കി. ഫെബ്രുവരി 11 മുതൽ മെയ് 10 വരെ ഉച്ചയ്ക്ക് 12 മണി മുതൽ 3 മണി വരെയാണ് ജോലി സമയത്തിൽ ക്രമീകരണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് സൂര്യാഘാതം ഏൽക്കുവാൻ സാധ്യതയുള്ളതിനാലാണ് ലേബർ കമ്മീഷണർ തൊഴിലാളികളുടെ ജോലി സമയത്തിൽ പുനർക്രമീകരണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. തൊഴിലാളികളുടെ ജോലി സമയം രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 7 മണി വരെയുള്ള സമയത്തിനുള്ളിൽ 8 മണിക്കൂറായി നിജപ്പെടുത്തണം. ഷിഫ്റ്റ് വ്യവസ്ഥയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് രാവിലത്തെ ഷിഫ്റ്റ് ഉച്ചയ്ക്ക് 12 മണിക്ക് അവസാനിക്കുന്ന തരത്തിലും ഉച്ചയ്ക്ക് ശേഷമുള്ള ഷിഫ്റ്റ് വൈകുന്നേരം 3 മണിക്ക് ആരംഭിക്കുന്ന തരത്തിലും പുനർക്രമീകരിച്ചിട്ടുണ്ട്. സമുദ്രനിരപ്പിൽ നിന്ന് 3000 അടിയിൽ കൂടുതൽ ഉയരമുള്ള സൂര്യാഘാതത്തിന് സാധ്യതയില്ലാത്ത മേഖലകൾക്ക് ഈ ഉത്തരവ് ബാധകമല്ല. ലൈഫ് ഭവന പദ്ധതിയിൽ ലഭിച്ച വീട് നിർമ്മാണം പൂർത്തിയാക്കാനാവാതെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് വിധവയായ സ്ത്രീ. വണ്ടിപ്പെരിയാർ സത്രം സ്വദേശി വിജയമ്മയാണ് ഭവന നിർമ്മാണം പൂർത്തീകരിക്കുന്നതിന് സുമനസ്സുകളുടെ സഹായം അഭ്യർത്ഥിക്കുന്നത്. കൊക്കയാർ ഗ്രാമപഞ്ചായത്ത് നിവാസിയായിരുന്ന വിജയമ്മയ്ക്ക് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ് വണ്ടിപ്പെരിയാർ സത്രത്തിൽ 3 സെന്റ് സ്ഥലം ലഭിച്ചത്. ഇതിനുശേഷം ലൈഫ് പദ്ധതിയിൽ 4 ലക്ഷം രൂപ വീട് നിർമ്മാണത്തിന് ലഭിച്ചു. നിർമ്മാണ സാമഗ്രികൾ എത്തിക്കുന്നതടക്കമുള്ള അധിക ചിലവ് വന്നതിനാൽ ഭവന നിർമ്മാണം മുടങ്ങിയിരിക്കുകയാണ്. വിധവയായി തനിക്ക് മറ്റു മാർഗങ്ങളില്ലാത്തതിനാൽ കെട്ടുറപ്പുള്ള ഒരു ഭവനം പൂർത്തീകരിക്കുന്നതിന് സുമനസ്സുകൾ സഹായിക്കണമെന്ന് വിജയമ്മ അഭ്യർത്ഥിക്കുന്നു. സഹായിക്കാൻ നിവൃത്തിയുള്ളവരാരെങ്കിലും സഹായിക്കണം. പരിപാടി 4 ലക്ഷം രൂപയ്ക്ക് കിട്ടിയത് അതിന് തികയത്തില്ല. എന്നാ ചെയ്യാൻ എനിക്ക് നിവൃത്തിയില്ല. കാരണം വേണ്ടായിരിക്കും. എനിക്ക് യാതൊരു നിവൃത്തിയില്ല. കാലിൻ്റെ അസുഖമാനിയുള്ള ആളാണ്. 56 വയസ്സുള്ള വിജയമ്മയുടെ ഭർത്താവിന്റെ മരണശേഷം ഏക മകളെ തിരുവനന്തപുരത്ത് വിവാഹം കഴിച്ചയച്ചു. ഇതിനുശേഷമാണ് ഭവന നിർമ്മാണത്തിന് ലൈഫ് ഭവന പദ്ധതിയിൽ തുക അനുവദിച്ചത്. തനിച്ചായ തനിക്ക് കയറിക്കിടക്കുന്നതിനുള്ള ഭവനത്തിന്റെ നിർമ്മാണം പൂർത്തീകരിക്കാൻ സുമനസ്സുകൾ സഹായിക്കുമെന്നാണ് വിജയമ്മയുടെ പ്രതീക്ഷ. അടിമാലി സ്വകാര്യ ബസ് സ്റ്റാൻഡ് പ്രദേശത്തെ ദുർഗന്ധം ഒഴിവാക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് അധികൃതർ. ബസ് സ്റ്റാൻഡിൽ പ്രവർത്തിക്കുന്ന ശുചിമുറികളുടെ ഭാഗമായി സ്ഥാപിച്ചിട്ടുള്ള പ്ലാന്റിന്റെ അറ്റകുറ്റപ്പണികൾക്കായി 14 ലക്ഷം രൂപ നീക്കിവച്ചിട്ടുണ്ട്. വൈകാതെ ഇതുമായി ബന്ധപ്പെട്ട ജോലികൾ ആരംഭിക്കാനാകുമെന്നും ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞു. ദിവസവും നിരവധി ആളുകൾ വന്നുപോകുന്ന ഇടമാണ് അടിമാലി സ്വകാര്യ ബസ് സ്റ്റാൻഡ്. ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഉയരുന്ന അസഹനീയമായ ദുർഗന്ധം ആക്ഷേപത്തിനും പരാതികൾക്കും ഇടവരുത്തുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് ബസ് സ്റ്റാൻഡ് പരിസരത്തെ ദുർഗന്ധം ഒഴിവാക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കിയത്. ബസ് സ്റ്റാൻഡിൽ പ്രവർത്തിക്കുന്ന ശുചിമുറിയുടെ ഭാഗമായി സ്ഥാപിച്ചിട്ടുള്ള പ്ലാന്റിന്റെ അറ്റകുറ്റപ്പണികൾക്കായി 14 ലക്ഷം രൂപ നീക്കിവച്ചിട്ടുണ്ട്. വൈകാതെ ഇതുമായി ബന്ധപ്പെട്ട ജോലികൾ ആരംഭിക്കാനാകുമെന്നും ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞു. നമ്മുടെ ദീർഘനാളത്തെ ഒരാവശ്യമാണ് ബസ് സ്റ്റാൻഡിൽ പ്രവർത്തിച്ചു വരുന്ന STPയിൽ നിന്നും സമീപ പ്രദേശങ്ങളിലേക്ക് ദുർഗന്ധം വമിക്കുന്നതായിട്ടുള്ള ഒരു പരാതി ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് ചെറിയ ഒരു മെയിൻ്റനൻസ് കൊണ്ട് ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ കഴിയാത്തത് കൊണ്ട് പഞ്ചായത്ത് 14 ലക്ഷം രൂപ ഈ ഒരു STP മെയിൻ്റനൻസിന് വേണ്ടി നീക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രവർത്തനം ടെൻഡർ ചെയ്ത് കഴിഞ്ഞു. ഏജൻസി ഇവിടെ വന്ന് എഗ്രിമെൻ്റ് ഒപ്പിട്ട് കഴിഞ്ഞാൽ തുടർന്നുള്ള ദിവസങ്ങളിൽ വളരെ പെട്ടെന്ന് തന്നെ STP മെയിൻ്റനൻസിൻ്റെ പ്രവർത്തനവും നിർവഹിച്ച് അവിടെ നിന്നുള്ള ദുർഗന്ധം വമിക്കുന്ന ആ ഒരവസ്ഥ ഇല്ലാതാക്കുന്നതിനും കഴിയുന്നതാണ്.
വേനൽക്കാലം ആരംഭിച്ചതോടെ ബസ് സ്റ്റാൻഡ് പരിസരത്തെ കൈത്തോടുകളും ഓടകളും ഒഴുക്കുചാലുകളായി മാറിയ സാഹചര്യമുണ്ട്. ഈ ഓടകളിൽ നിന്നും ചില സമയങ്ങളിൽ ഉയരുന്ന അസഹനീയമായ ദുർഗന്ധം ബസ് സ്റ്റാൻഡ് പരിസരത്തെ വ്യാപാരികൾക്കും സ്റ്റാൻഡിലെത്തുന്ന ആളുകൾക്കും പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട്. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി നടത്തുന്ന പാർലമെന്റ് മാർച്ചിൽ പങ്കെടുക്കുന്ന കട്ടപ്പനയിൽ നിന്നുള്ള അംഗങ്ങൾക്ക് യാത്രയപ്പും വിളംബര ജാഥയും 14-ാം തീയതി നടത്തും. ചെറുകിട വ്യാപാര മേഖലയെ സംരക്ഷിക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തി നടത്തുന്ന പരിപാടിയിൽ കട്ടപ്പനയിൽ നിന്നും 11 പേർ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചെറുകിട വിദേശി കുത്തകകളിൽ നിന്നും ചെറുകിട വ്യാപാരികളെ സംരക്ഷിക്കുക, ഓൺലൈൻ വ്യാപാരത്തിന്മേൽ സെസ് ഏർപ്പെടുത്തുക, വാടകയ്ക്കുമേലുള്ള GSTയിൽ നിന്നും വ്യാപാരികളെ പൂർണ്ണമായി ഒഴിവാക്കുക, GST കൗൺസിൽ തീരുമാനങ്ങൾ പാർലമെന്റിൽ ചർച്ച ചെയ്തതിനു ശേഷം മാത്രം നടപ്പിലാക്കുക, ചെറുകിട വ്യാപാര മേഖലയെ സംരക്ഷിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഫെബ്രുവരി 18-ാം തീയതി പാർലമെന്റിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുന്നത്. സമരത്തിന് മുന്നോടിയായി കട്ടപ്പന മർച്ചന്റ് അസോസിയേഷൻ നേതൃത്വത്തിൽ കട്ടപ്പന യൂണിറ്റിൽ നിന്നും പാർലമെന്റ് മാർച്ചിൽ പങ്കെടുക്കുന്ന സമരഭടന്മാർക്ക് യാത്രയപ്പും വിളംബര ജാഥയും 14-ാം തീയതി വെള്ളിയാഴ്ച വൈകിട്ട് 5:30 നടത്തും. വ്യാപാരി വ്യവസായികളുടെ വാടകയ്ക്കുള്ള GST പൂർണ്ണമായി പിൻവലിക്കുക, ഗ്രാമങ്ങളിലെ ചെറുകിട വ്യാപാര മേഖലയിൽ കുത്തകകളുടെ കടന്നുകയറ്റം അവസാനിപ്പിക്കുക, ഓൺലൈൻ വ്യാപാരത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തുക, ചെറുകിട വ്യാപാര മേഖലയെ സംരക്ഷിക്കാൻ ആവശ്യമായ നിയമനിർമ്മാണങ്ങൾ നടത്തുക. ഈ വക കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് 18-ാം തീയതി ഡൽഹിയിൽ പാർലമെന്റ് മാർച്ച് നടത്തുന്നത്. കട്ടപ്പന യൂണിറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നിന്ന് 12ഓളം പ്രതിനിധികൾ ഈ സമരത്തിൽ പങ്കെടുക്കുന്നു. അതിന് പാർലമെന്റ് മാർച്ചിൽ പങ്കെടുക്കുന്നു. അതിനുവേണ്ടി ഡൽഹിക്ക് പോകുന്നു. ജില്ലയിൽ നിന്ന് 200-ലധികം സമരഭടന്മാർ പാർലമെന്റ് മാർച്ചിൽ പങ്കെടുക്കുന്നുണ്ട്. കട്ടപ്പന സെൻട്രൽ ജംഗ്ഷനിൽ നിന്നും ആരംഭിക്കുന്ന വിളംബര ജാഥയ്ക്ക് യാത്രയപ്പ് സമ്മേളനത്തിനും യൂണിറ്റ് ഭാരവാഹികൾ നേതൃത്വം നൽകും. കട്ടപ്പനയിൽ നിന്നും 11 പേരും ഇടുക്കി ജില്ലയിൽ നിന്നും 20 പേരും കേരളത്തിൽ നിന്നും 5000 പേരുമാണ് സമരത്തിൽ പങ്കെടുക്കുന്നത്. പത്രസമ്മേളനത്തിൽ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് സാജൻ ജോർജ്, ജനറൽ സെക്രട്ടറി PK ജോഷി കുട്ടട, ട്രഷറർ KP ബഷീർ, വർക്കിംഗ് പ്രസിഡന്റ് സിജോമോൻ ജോസ്, അഡ്വക്കേറ്റ് MK തോമസ്, ബൈജു വേമ്പേനി, രാജേന്ദ്രക്കുറുപ്പ്, TM ജോമോൻ, സാജു പട്ടിരുമഠം എന്നിവർ പങ്കെടുത്തു. വ്യാപാരി വ്യവസായി സമിതി നടത്തുന്ന പാർലമെന്റ് മാർച്ചിൽ പങ്കെടുക്കുന്ന സമര വോളണ്ടിയർമാർക്ക് സ്വീകരണം നൽകി. ചെറുതോണിയിൽ നടന്ന സ്വീകരണ പരിപാടി ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഡിറ്റാച്ച് ജോസഫ് ഉദ്ഘാടനം ചെയ്തു. വ്യാപാരി വ്യവസായി സമിതി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചു നടത്തുന്ന പാർലമെന്റ് മാർച്ചിൽ ജില്ലയിൽ നിന്ന് പങ്കെടുക്കുന്ന സമര വോളണ്ടിയർമാർക്കാണ് ചെറുതോണി വ്യാപാരി വ്യവസായി സമിതിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകിയത്. BPS ഇബ്രാഹിംകുട്ടി അധ്യക്ഷത വഹിച്ച യോഗം ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഡിറ്റാച്ച് ജോസഫ് ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, മോദി അധികാരത്തിൽ വന്നതിന് ശേഷം ഈ രാജ്യത്തെ ആകെ ഒന്നിലേക്ക് എത്തിക്കുന്നതിനുള്ള ഒരു വലിയ പരിശ്രമം നടക്കുകയാണ്. ഒരു രാജ്യം, ഒരു ഭാഷ, ഒരു ഭക്ഷണം, ഒരു മാർക്കറ്റ്, ഒരു വസ്ത്രം, അങ്ങനെ എല്ലാം നരേന്ദ്രമോദിയും BJPയും നേതൃത്വം നൽകുന്ന RSS നേതൃത്വം നൽകുന്ന നരേന്ദ്രമോദിയുടെ ഇച്ഛയ്ക്കനുസരിച്ച് ആക്കിയെടുക്കുന്ന വലിയ പരിശ്രമം നടക്കുന്നതിനിടയിലാണ് വ്യാപാരികൾ തങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള ഒരു സമരവുമായി ബന്ധപ്പെട്ട് ഡൽഹിയിലേക്ക് നാളെ പോകുന്നത് മനസ്സിലാക്കുന്നത്. വ്യാപാരി വ്യവസായി സമിതി ജില്ലാ സെക്രട്ടറി സാജിദ് കുന്നേൽ മുഖ്യപ്രഭാഷണം നടത്തി. ലെനിൻ ഇടപ്പറമ്പിൽ, വിൻസെന്റ് കുമ്പാട്ട, സുശാല ടോമിച്ചൻ, മജീഷ് ജേക്കബ് തുടങ്ങിയവർ സംസാരിച്ചു. ഉടുമ്പന്നൂർ ടൗണിലെ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ പ്രവർത്തിക്കുന്ന ഫർണിച്ചർ മാർട്ടിനും സമീപത്തുണ്ടായിരുന്ന ലെയ്ത്ത് വർക്ക്ഷോപ്പിനും ഓയിൽ മില്ലിനും തീപിടിച്ചു. ഫർണിച്ചർ മാർട്ടിലെ ഉപകരണങ്ങൾ കത്തി നശിച്ചതിലൂടെ ഏകദേശം 35 ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചതായി ഉടമ പറഞ്ഞു. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് തീപിടുത്തമുണ്ടായത്. ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ പ്രവർത്തിക്കുന്ന ഫർണിച്ചർ മാർട്ടിനും സമീപത്തുണ്ടായിരുന്ന ലെയ്ത്ത് വർക്ക്ഷോപ്പിനും ഓയിൽ മില്ലിനും തീപിടിക്കുകയായിരുന്നു. സംഭവം അറിഞ്ഞ നാട്ടുകാർ ഫയർഫോഴ്സിൽ വിവരമറിയിച്ചു. ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ഫർണിച്ചർ മാർട്ടിലെ ഷട്ടർ, മതിൽ, ഗ്രിൽ എന്നിവ പൊളിച്ച് അകത്ത് കയറിയാണ് തീ അണച്ചത്. തൊടുപുഴ സ്റ്റേഷനിൽ നിന്ന് 2 യൂണിറ്റുകളും കല്ലൂർക്കാട് നിലയത്തിൽ നിന്ന് 1 യൂണിറ്റും എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. ഫർണിച്ചർ മാർട്ടിലെ തേക്ക്, ആഞ്ഞിലി, പ്ലാവ്, ഈട്ടി എന്നീ മര ഉരുപ്പടികളും മോട്ടോറുകളും പണിതീർന്ന ഫർണിച്ചറുകളും ഉൾപ്പെടെ കത്തി നശിച്ചു. ഏകദേശം 35 ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചതായി ഉടമ വ്യക്തമാക്കി. 2 മണിക്കൂർ നീണ്ട പരിശ്രമത്തിന്റെ ഒടുവിലാണ് തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചത്. അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർമാരായ K ജാഫർ ഖാൻ, PK സിജോയ് എന്നിവരുടെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം നടന്നത്. വിൽപ്പനയ്ക്കായി ജീപ്പിൽ കടത്തി 20 ലിറ്റർ മദ്യവുമായി ഒരാളെ അടിമാലി നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പിടികൂടി. ചിന്നക്കനാൽ BL-റാം സ്വദേശി ഗണേശനാണ് പിടിയിലായത്. അടിമാലി നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ദിലീപ് NKയും പാർട്ടിയും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത്.
ചിന്നക്കനാൽ ബിയൽറാം സ്വദേശി ഗണേശനാണ് പിടിയിലായത്. മദ്യം കടത്താനുപയോഗിച്ച ഇയാളുടെ മഹീന്ദ്ര ജീപ്പും എക്സൈസ് സംഘം കസ്റ്റഡിയിലെടുത്തു. മദ്യക്കച്ചവടവുമായി ബന്ധപ്പെട്ട് മുൻപും ഇയാൾക്കെതിരെ കേസുകൾ ഉള്ളതായി എക്സൈസ് സംഘം അറിയിച്ചു. ബിവറേജിൽ നിന്നും പലപ്പോഴായി വാങ്ങിയ മദ്യം ബിയൽറാമിലും പരിസരങ്ങളിലും കച്ചവടം നടത്തുകയായിരുന്നു ഇയാളുടെ രീതി. പ്രിവന്റീവ് ഓഫീസർ ബിജു മാത്യു, സിവിൽ എക്സൈസ് ഓഫീസർമാരായ സുരേഷ് കെ എം, പ്രശാന്ത് വി, അബ്ദുൽ ലത്തീഫ്, ധനീഷ് പുഷ്പചന്ദ്രൻ, മുഹമ്മദ് ഷാൻ, സുബിൻ വർഗീസ് എന്നിവരുൾപ്പെട്ട സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ബോണാമീതി ഹോളി റിസറക്ഷൻ CSI ചർച്ചിൽ പ്രതിഷ്ഠാ ശുശ്രൂഷ ഫെബ്രുവരി 14 നടക്കും. CSI ഈസ്റ്റ് കേരള മഹാ ഇടവക ബിഷപ്പ് റവറൻ VS ഫ്രാൻസിസ്, മുൻ ബിഷപ്പ് റവറൻ ഡോക്ടർ KG ദാനിയേൽ, തിരുനെൽവേലി മഹാ ഇടവക അൽമായ ഡോക്ടർ D ജയ്സിംഗ് എന്നിവർ വിവിധ ശുശ്രൂഷകൾ നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഏലപ്പാറ ബോണാമീതി ഹോളി റിസറക്ഷൻ CSI ചർച്ചിൽ പ്രതിഷ്ഠാ ശുശ്രൂഷ ഫെബ്രുവരി 14 നടക്കും. റാലി, സ്വീകരണം, പ്രതിഷ്ഠ, അത്താഴ ശുശ്രൂഷ, സ്നേഹവിരുന്ന, കൂപ്പൺ വിജയികൾക്കുള്ള സമ്മാനദാനം, സംഘടനകളുടെ വിവിധ കലാപരിപാടികൾ എന്നിവ നടക്കും. 15-ാം തീയതി ഉപവാസ പ്രാർത്ഥന, മറ്റ് ശുശ്രൂഷകൾ എന്നിവ നടക്കും. 16-ാം തീയതി തിരുവത്താഴ് ശുശ്രൂഷ നടക്കും. വലിയ ഒരു ചരിത്രം ആ ബോണാമി സഭയ്ക്ക് ഉണ്ട്. 1957 ഒരു ജോ പോൾ എന്ന് പറയുന്ന ഒരു മിഷണറിയാണ് ഒരു ചാപ്പലായി ആ ദേവാലയം ആരംഭിച്ചത്. അന്ന് കുറെ ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പല സ്ഥലങ്ങളിൽ എസ്റ്റേറ്റ് ലൈൻസ്, വീടുകളിലെല്ലാം അവർ ആരാധനകൾക്ക് വേണ്ടി കൂടി വന്നു. അദ്ദേഹത്തിന് പ്രചോദനമായത് ഹൈറേഞ്ചിന്റെ അല്ലെങ്കിൽ ഹൈറേഞ്ചിന്റെയൊക്കെ ഏറ്റവും വലിയ ഒരു മിഷണറിയായി പ്രവർത്തിച്ച പള്ളിക്കുന്ന് സഭ ഉൾപ്പെടെ ആ സഭകളെല്ലാം സ്ഥാപിച്ച ഹെൻറി ബേക്കർ ജൂനിയർ എന്ന് പറയുന്ന ആ വലിയ മനുഷ്യന്റെ പ്രവർത്തന ഫലമായിട്ടാണ് അനേകര് സുവിശേഷം അറിഞ്ഞ് ക്രിസ്തുവിലേക്ക് വന്നത്. ആ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ജോ പോൾ എന്ന് പറയുന്ന ആ എസ്റ്റേറ്റിലെ അന്ന് TT കമ്പനിയാണ്, ഹുക്ക് സാഹിബ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ആ എസ്റ്റേറ്റുകൾ നടന്നുകൊണ്ടിരുന്നത്. അവിടുത്തെ മാനേജരായിരുന്ന ജോ പോൾ എന്ന് പറയുന്ന നാഗർകോവിൽ താമസക്കാരനായിരുന്നു അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ആദ്യം ഒരു ചാപ്പൽ അവിടെ ആരംഭിച്ചത്. അതിനുശേഷം ആളുകൾ കൂടി വന്നു. 1991 ജോൺ ദുരരാജ് എന്ന് പറയുന്ന വൈദികൻ അദ്ദേഹത്തിന്റെ പ്രവർത്തന ഫലമായി അവിടെ മനോഹരമായ ഒരു ദേവാലയം പണിതു. ആ ബോണാമി ടൗണിൽ തന്നെ നാം നോക്കുമ്പോൾ തലയുയർന്നു നിൽക്കുന്ന വളരെ മനോഹരമായ ഒരു ദേവാലയമാണ്. ഏകദേശം 230-ലധികം കുടുംബാംഗങ്ങൾ ആ ഇടവകയിൽ ഉണ്ട് എന്ന് വലിയ സന്തോഷമാണ്. അന്ന് ഈ വെള്ളിയാഴ്ച നടക്കുന്ന ആ പ്രതിഷ്ഠാ ശുശ്രൂഷ ആ ദേശത്തിന്റെ ഒരു അനുഗ്രഹമായി, ദേശത്തിന്റെ ഒരു ആഘോഷമാക്കി തീർക്കാൻ വേണ്ടി ഞങ്ങൾ പരിശ്രമിക്കുകയാണ്. CSI ഈസ്റ്റ് മഹാ ഇടവക ബിഷപ്പ് റൈറ്റ് റവറൽ VS ഫ്രാൻസിസ്, മുൻ ബിഷപ്പ് റൈറ്റ് റവറൽ ഡോക്ടർ KG ഡാനിയേൽ, തിരുനെൽവേലി മഹാ ഇടവക അൽമായ ഡോക്ടർ D ജയ്സിംഗ് എന്നിവർ വിവിധ ശുശ്രൂഷകൾ നിർവഹിക്കും. പ്രതിഷ്ഠാ ശുശ്രൂഷയിൽ അഭിവന്ദ്യ ബിഷപ്പുമാർ, മുഖ്യാതിഥികൾ, മുമ്പ് ശുശ്രൂഷ ചെയ്ത വൈദികർ, സഫീല അംഗങ്ങളായ റവറൽ Y സെബാസ്റ്റ്യൻ, റവറൽ ജയ്സിംഗ് നോബർട്ട്, റവറൽ രാജൻ മോസസ്, വിവിധ ഇവാഞ്ചലിസ്റ്റുകൾ, പീരുമേട് ജില്ലയിലെ വൈദികർ, ജനപ്രതിനിധികൾ, സാമൂഹ്യ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ ഇടവക വികാരി റവറൽ AT ജോൺ, മൈക്കിൾ രാജ്, A രാജകുമാർ, D പ്രസാദ് കുമാർ എന്നിവർ പങ്കെടുത്തു. വണ്ടർമേട് ഗ്രാമപഞ്ചായത്തിൽ പബ്ലിക് ഹിയറിംഗ് നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് ശ്രീധരൻ ഉദ്ഘാടനം നിർവഹിച്ചു. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് നടപ്പാക്കുന്ന സോഷ്യൽ ഓഡിറ്റ് പ്രക്രിയയിലെ സുപ്രധാന പ്രവർത്തനമാണ് പബ്ലിക് ഹിയറിംഗ്. തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പൊതുജനങ്ങൾ അറിയുക, അഭിപ്രായം പറയുക, പദ്ധതി കൂടുതൽ കാര്യക്ഷമമായി നടപ്പിലാക്കുന്നതിനാവശ്യമായ ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ രൂപപ്പെടുത്തുക എന്നിവയാണ് പബ്ലിക് ഹിയറിംഗിന്റെ ലക്ഷ്യം. ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്ന യോഗത്തിൽ കട്ടപ്പന ബ്ലോക്ക് ICDS സൂപ്പർവൈസർ ബിന്ദു അധ്യക്ഷയായിരുന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. ഇതെല്ലാം നിയമപരമായുള്ള രീതിയിലാണ് കേന്ദ്ര ഗവൺമെന്റ് പദ്ധതികൾ അവിടെ നടത്തി വരുമ്പോൾ അവർ പറയുമ്പോൾ അതിനനുസൃതമായിട്ടുള്ള വർക്കുകൾ അവിടെ കാണും. അതുകൊണ്ടൊക്കെയാണ് പൊതുവായിട്ടുള്ള മേറ്റുമാർ വർക്ക് എടുക്കാനായിട്ട് താമസിച്ചതും ഒരുപാട് പ്രശ്നങ്ങളൊക്കെ വന്നത്. പിന്നെ അതുപോലെ നമ്മൾ തൊഴിലുറപ്പെടുന്നു. ഓരോ സൈറ്റിൽ നമുക്ക് തൊഴിലുറപ്പ് നമുക്കറിയാം. തൊഴിൽദിനങ്ങൾ ഒരേ ഏക്കറിനൊക്കെ പറയുന്നതിൽ 200 പണി 250 പണിയൊക്കെ വരുന്നുണ്ട്. ചിലപ്പോൾ 1000 പണി വരുന്നവർ പറമ്പിലെ പണികളനുസരിച്ച് വരും. അവിടുത്തെ പണി നമുക്ക് ഏർപ്പെടുന്ന പണി തീർന്നു കഴിയുമ്പോൾ അടുത്ത സൈറ്റിൽ പോയി പണികളൊക്കെ വരും. അപ്പോൾ എന്തായാലും നമുക്ക് കഴിഞ്ഞ വർഷം 115 പേർക്ക് 100 പേര് തൊഴിൽദിനം ഉള്ളവരുണ്ടായിരുന്നു. ഈ തവണ ഇത്ര നാളായിട്ട് 41 ആയതേ ഉള്ളൂ. നമുക്കൊരു 100 പേർക്കെങ്കിലും ആവും. ഈ വർഷം ആവും തോന്നല്ലേ? എല്ലാവർക്കും 55-100 ആയിട്ടുണ്ടല്ലോ അല്ലേ?
ബ്ലോക്ക് BRP മാലിനി 2024-25 വർഷത്തെ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ GP രാജൻ, രാജീവ് സന്തോഷ് കുമാർ, കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് ജോയിന്റ് BDOമാരായ സജി തോമസ്, CB KJ, ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി സജുലാൽ CK തുടങ്ങിയവർ സംസാരിച്ചു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ ചെമ്മണ്ണാർ ഏരിയ സമ്മേളനവും തെരഞ്ഞെടുപ്പും നടന്നു. ശാന്തൻപാറയിൽ നടന്ന ഏരിയ സമ്മേളനം ജില്ലാ ട്രഷറർ TK സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ജില്ലാ സമ്മേളനങ്ങൾക്ക് മുന്നോടിയായിട്ടാണ് ജില്ലയിൽ ഏരിയ സമ്മേളനങ്ങൾ നടന്നു വരുന്നത്. SHG സമ്മേളനങ്ങളും യൂണിറ്റ് സമ്മേളനങ്ങളും പൂർത്തീകരിച്ച ശേഷമാണ് ഏരിയ സമ്മേളനങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. ചെമ്മണ്ണാർ ഏരിയ സമ്മേളനം ശാന്തൻപാറ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിലാണ് നടന്നത്. നിത്യോപയോഗ സാധനങ്ങളുടെയും തയ്യൽ സാമഗ്രികളുടെയും വിലവർദ്ധനവും റെഡിമെയ്ഡ് തുണിത്തരങ്ങളുടെ അതിപ്രസരവും തയ്യൽ തൊഴിലാളികളുടെ ജീവിതം പ്രതിസന്ധിയിലാക്കിയതായി സമ്മേളനം വിലയിരുത്തി. ആദ്യം ഇവിടെ ഇറക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്നത് പിന്നോക്ക ജില്ലയിലാണ്. കേരളത്തിലെ കപ്പലിടാനൊക്കെ നല്ല കഴിവുള്ളവരുണ്ട്. അതിലൊക്കെ പല രാഷ്ട്രീയക്കാരെല്ലാം തുടങ്ങിയിട്ടുണ്ട്. നമ്മളെന്താണ് നമ്മളെല്ലാത്തിൻ്റെയും പറയാൻ പോകണം. എവിടെ ലാഭം കിട്ടുന്നോ ആ ലാഭത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കും. നമ്മൾ മറ്റൊന്നും നോക്കുന്നു. അപ്പോൾ ആദ്യം അവർ നല്ല കാര്യം ചെയ്തു. എന്താ ചെയ്തത്? ആദ്യം അപേക്ഷിച്ച് കുറേ പേർക്ക് സ്കൂട്ടി കൊടുത്തു. 1,20,000 രൂപയുടെ സ്കൂട്ടി 60,000 രൂപയ്ക്ക് കൊടുത്തു. എൻ്റെ ഏരിയ സെക്രട്ടറി ഒരു സ്കൂൾ വിളിക്കുന്നു. എൻ്റെ ഏരിയ സെക്രട്ടറി ഇതിൻ്റെ ഒരു കോർഡിനേറ്റർ. എൻ്റെ ഏരിയ സെക്രട്ടറി ഇപ്പോൾ 50 ബൈക്ക് സ്കൂട്ടിയുടെ പൈസയ്ക്കുള്ള ആളുകൾ നടന്നിരിക്കുകയാണ്. ഇപ്പം നെറ്റിക്കടയില്ലാത്തല്ലോ. പക്ഷെ അതിന് വേറെ കുറേ ആളുകളുണ്ട്. ഇപ്പം നമ്മുടെ എല്ലാ ആളുകളും ഓരോ വഴിയോടെ ചെന്ന് നടക്കുമ്പോൾ അവർക്കെല്ലാം പല അർത്ഥങ്ങളാണ് ഉള്ളത്. റോട്ടറി ക്ലബ്ബ് ഓഫ് കട്ടപ്പന ഹെറിറ്റേജും ഇടുക്കി മെഡിക്കൽ കോളേജും കാഞ്ചാർ കുടുംബാരോഗ്യ കേന്ദ്രവും സംയുക്തമായി മേപ്പാറയിൽ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ലൂർദ് മാത ഇടവക പാരിഷ് ഹാളിൽ നടന്ന പരിപാടി കാഞ്ചാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട ഉദ്ഘാടനം ചെയ്തു. വിവിധ സേവനങ്ങൾ ഉൾക്കൊള്ളിച്ചാണ് മേപ്പാറ ലൂർദ് മാത പാരിഷ് ഹാളിൽ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. റോട്ടറി ക്ലബ്ബ് ഓഫ് കട്ടപ്പന ഹെറിറ്റേജും ഇടുക്കി മെഡിക്കൽ കോളേജും കാഞ്ചാർ കുടുംബാരോഗ്യ കേന്ദ്രവും സംയുക്തമായാണ് ക്യാമ്പ് നടത്തിയത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്ന് ചെയ്യാതെ പോകുന്നതുകൊണ്ട് ചെറിയൊരു തുടക്കത്തിൽ നമ്മൾ പല രോഗങ്ങളും തുടക്കത്തിൽ തന്നെ കണ്ടു കഴിഞ്ഞാൽ വിദഗ്ധമായ ചികിത്സ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മാറ്റിവെക്കാവുന്നുണ്ട്. പക്ഷേ നമ്മളൊക്കെ അതിൻ്റെ 1ഉം 2ഉം ഘട്ടങ്ങൾ കഴിഞ്ഞ് അവസാന ഘട്ടങ്ങളിലാണ് നമ്മുടെ രോഗങ്ങൾ തന്നെ കണ്ടെത്തുന്നത്. അപ്പോൾ ഇതുപോലുള്ള മെഡിക്കൽ ക്യാമ്പുകൾ പല നമ്മുടെ കാഞ്ചാർ ഗ്രാമപഞ്ചായത്തിൻ്റെയും കുടുംബാരോഗ്യ കേന്ദ്രത്തിൻ്റെയും ഒക്കെ വിവിധ ക്ലബുകളുടെയൊക്കെ ആഭിമുഖ്യത്തിൽ നമ്മുടെ പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തുന്നുണ്ട്. ഇപ്പം നമുക്കിടെ ഇവിടെ 2-3 ഭാഗങ്ങളിലെ ആളുകൾ പരമാവധി പലരും വരാതിരിക്കാനുള്ള കാരണം പക്ഷേ നമുക്ക് ഒരു പണിക്ക് പോയി കഴിഞ്ഞാൽ 500 രൂപ കിട്ടും. പക്ഷേ ആ 500 രൂപ കൊണ്ട് 5000 രൂപ കൊണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ദിവസം സേവനം നമുക്ക് കിട്ടാത്തൊരു സാഹചര്യം വരും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. കൂടുതൽ കാര്യങ്ങളിലേക്ക് നമ്മൾ ഈ മെഡിക്കൽ ക്യാമ്പ് പരമാവധി എല്ലാവരും പ്രയോജനപ്പെടുത്തുക. സൗജന്യ കാഴ്ച പരിശോധന, കണ്ണട ആവശ്യമുള്ളവർക്ക് സൗജന്യമായി കണ്ണട, തിമിര പരിശോധന, ഡയബറ്റിക്സ് മൂലം കണ്ണിനെ ബാധിക്കുന്ന രോഗങ്ങളുടെ നിർണയം തുടങ്ങിയ സേവനങ്ങളും ക്യാമ്പിൽ ഒരുക്കിയിരുന്നു. ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു മധുക്കുട്ടൻ അധ്യക്ഷത വഹിച്ചു. റോട്ടറി ക്ലബ്ബ് ഓഫ് കട്ടപ്പന ഹെറിറ്റേജ് പ്രസിഡന്റ് ജിതിൻ കൊല്ലംകുടി, ഗ്രാമപഞ്ചായത്ത് അംഗം പ്രിയ ജോമോൻ, ഡോക്ടർ ബിബിൻ കുര്യാക്കോസ്, ജോസുകുട്ടി പൂവത്തുമൂട്ടിൽ, അരുൺ ആർ നായർ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ അനീഷ് ജോസഫ്, ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് ജയ TP തുടങ്ങിയവർ നേതൃത്വം നൽകി. ഓൾ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ പൂപ്പാറ യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചു. യൂണിറ്റിന്റെ ഉദ്ഘാടനം ദേവികുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജിഷ ദിലീപ് നിർവഹിച്ചു. ഹോട്ടൽ, റെസ്റ്റോറന്റ്, ബേക്കറി, റിസോർട്ട് തുടങ്ങി ഭക്ഷ്യ ഉൽപാദന വിതരണ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ ക്ഷേമത്തിനും അവകാശത്തിനും വേണ്ടി നിലകൊള്ളുന്ന കേരളത്തിലെ ഏക സംഘടനയാണ് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ. ജില്ലയിലെ പ്രധാന ടൂറിസം ഇടത്താവളമായ പൂപ്പാറയിലെ ഭക്ഷ്യ ഉൽപാദന വിതരണ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ ക്ഷേമത്തിനും അവകാശങ്ങൾക്കും വേണ്ടിയാണ് ഹോട്ടൽ, ബേക്കറി, റിസോർട്ട് ഉടമകളെയും ജീവനക്കാരെയും സംഘടിപ്പിച്ച പുതിയ യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചത്. യൂണിറ്റിന്റെ ഉദ്ഘാടനം ദേവികുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജിഷ ദിലീപ് നിർവഹിച്ചു. ഒന്നിച്ച് തർക്കം ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതിനകത്ത് ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും നോക്കിയിട്ട് കാര്യമില്ല. നമ്മൾ നേരിടുന്ന പ്രശ്നം എന്താണ്, ആ പ്രശ്നത്തെ പരിഹരിച്ച് ഏറ്റവും നല്ല രീതിയിൽ മുൻപോട്ട് പോവുക എന്നുള്ള ചിന്താഗതി, അതാണ് ഒരു സംഘടനയുടെ ഉദ്ദേശമെന്ന് പറയുന്നത്. ഏതായാലും പൂപ്പാറയിൽ അല്ലെങ്കിൽ സംഘമായ രീതിയിലൊരു സംഘടന ഉണ്ടായിരുന്നില്ല. അതിന്റെ ഒരു പ്രവർത്തനം തുടങ്ങിയപ്പോഴാണ് ഇത്രയേറെ ആളുകൾ എന്നും കണ്ട് ചിരിച്ചു പോകുന്ന കുറെ മുഖങ്ങൾ എല്ലാവരും കൂടെ ഒന്നിച്ചിരിക്കണം. നമ്മൾ പറയുമ്പോൾ ഒരേ ജോലി ചെയ്യുന്നത് തമ്മിൽ എപ്പോഴും ഒരു മത്സരം കാണും. ഏറ്റവും നല്ലത് ഞാനായിരിക്കണം എന്നുള്ളത്. യൂണിറ്റ് രൂപീകരണത്തിന്റെ ഭാഗമായി അംഗങ്ങൾക്ക് മെമ്പർഷിപ്പ് കാർഡ് വിതരണവും മുതിർന്ന അംഗങ്ങളെ ആദരിക്കലും നടന്നു. ജില്ലാ പ്രസിഡന്റ് MS അജി, ദേവികുളം ഫുഡ് സേഫ്റ്റി ഓഫീസർ ആൻമേരി, ട്രഷറർ
മുഹമ്മദ് ഷെരീഫ്, ഗ്രാമപഞ്ചായത്ത് അംഗം എസ് വനരാജ്, ശാന്തൻപാറ CI AC മനോജ് കുമാർ, സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് ഷാജി തുടങ്ങിയവർ സംസാരിച്ചു. കാഞ്ചാർ നരിയമ്പാറ മന്നം മെമ്മോറിയൽ ഹൈസ്കൂളിന്റെ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് മെഗാ തിരുവാതിര സംഘടിപ്പിച്ചു. നർത്തകി ഷൈബി കൃഷ്ണ മെഗാ തിരുവാതിര ഉദ്ഘാടനം ചെയ്തു. നരിയമ്പാറ മന്നം മെമ്മോറിയൽ ഹൈസ്കൂളിന്റെ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് അധ്യാപകർ, വിദ്യാർത്ഥികൾ, രക്ഷകർത്താക്കൾ, സ്കൂൾ ജീവനക്കാർ എന്നിവരെ പങ്കെടുപ്പിച്ചാണ് മെഗാ തിരുവാതിര നടത്തിയത്. 70 പേർ മെഗാ തിരുവാതിരയിൽ അണിനിരന്നു. മന്നം മെമ്മോറിയൽ ഹൈസ്കൂളിന്റെ വജ്ര ജൂബിലിയാണ്. വജ്ര ജൂബിലിയോടനുബന്ധിച്ച് ഈ സ്കൂളിലെ അധ്യാപകർ ഉൾപ്പെടെയുള്ള എല്ലാ ജീവനക്കാരും അതുപോലെ കുട്ടികളും ചേർന്നിട്ട് 70 പേർ കൂടി ഇവിടെ ഒരു തിരുവാതിരകളി നടത്തുകയാണ്. അപ്പോൾ എല്ലാവരും ഒരു കൂട്ടായ്മയാണ് ഈ പ്രവർത്തനം. നർത്തകി ഷൈബി കൃഷ്ണ മെഗാ തിരുവാതിര ഉദ്ഘാടനം ചെയ്തു. കട്ടപ്പന നഗരസഭാ അധ്യക്ഷ ബീന ടോമി, കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിജയകുമാരി ജയകുമാർ, കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രാജലക്ഷ്മി അനീഷ്, കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു മധുക്കുട്ടൻ, സ്കൂൾ മാനേജർ B ഉണ്ണികൃഷ്ണൻ നായർ, PTA പ്രസിഡന്റ് മഞ്ചേഷ് KM, മിനി മോഹനൻ, സൽമ ശ്യാം, അഡ്വക്കേറ്റ് പ്രസീത K പിള്ള തുടങ്ങിയവർ സംസാരിച്ചു. കാഞ്ചാർ ലബക്കട JPM ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ആസിയ 2K25 എന്ന പേരിൽ കോളേജ് ആർട്സ് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചു. സാഹിത്യ അക്കാദമി യുവ പുരസ്കാർ ജേതാവ് മോബിൻ മോഹൻ ഉദ്ഘാടനം ചെയ്തു. 5 വേദികളിലായി നടന്ന 60 മത്സര ഇനങ്ങളിൽ 400ഓളം മത്സരാർത്ഥികൾ പങ്കെടുത്തു. വ്യക്തിഗത മത്സര ഇനങ്ങൾക്ക് പുറമെ തിരുവാതിര, ഒപ്പന, മാർഗംകളി, പരിചമുട്ട, ദഫ്മുട്ട, കോൽക്കളി, കേരള നടനം, നാടൻപാട്ട്, വഞ്ചിപ്പാട്ട്, സമൂഹഗാനം തുടങ്ങി ഗ്രൂപ്പ് മത്സരങ്ങളും കുച്ചിപ്പുടി, മോഹിനിയാട്ടം, ഭരതനാട്യം തുടങ്ങിയ നൃത്തരൂപങ്ങളും കലോത്സവത്തെ മനോഹരമാക്കി. നോവലിസ്റ്റും കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാർ ജേതാവുമായ മോബിൻ മോഹൻ ഉദ്ഘാടനം ചെയ്തു. കോളേജ് മാനേജർ ഫാദർ ജോൺസൺ മുണ്ടിയത്ത് CST അധ്യക്ഷനായിരുന്നു. JPM ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജോൺസൺ V മുഖ്യപ്രഭാഷണം നടത്തി. B.Ed കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ റോണി S റോബർട്ട്, ആർട്സ് ആൻഡ് സയൻസ് കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഫാദർ പ്രിൻസ് തോമസ് CST, ബർസാർ ഫാദർ ചാൾസ് തോപ്പിൽ CST, കോളേജ് യൂണിയൻ അഡ്വൈസർ എബിൻ K മർക്കോസ്, ആർട്സ് ഫെസ്റ്റിവൽ കോർഡിനേറ്റർ ട്രീസ ജോസഫ്, കോളേജ് ആർട്സ് ക്ലബ് സെക്രട്ടറി നോയൽ T ജോൺ തുടങ്ങിയവർ സംസാരിച്ചു. അടിമാലി ശാന്തഗിരി മഹേശ്വര ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവം ഈ മാസം 18 മുതൽ 27 വരെ നടക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. ക്ഷേത്രത്തിൽ ഉത്സവാഘോഷങ്ങൾക്കായുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. നോട്ടീസ് പ്രകാശനവും അന്നദാനപുരയുടെ കാൽനാട്ട് കർമ്മവും നടന്നു. അടിമാലി ശാന്തഗിരി മഹേശ്വര ക്ഷേത്രത്തിൽ 10 ദിവസം നീണ്ടു നിൽക്കുന്ന ശിവരാത്രി മഹോത്സവത്തിനാണ് ഈ മാസം 18 കൊടിയേറുന്നത്. 18-ാം തീയതി വൈകിട്ട് 6-നും 6:30-നും ഇടയിൽ ക്ഷേത്രം തന്ത്രി പൂത്തോട്ട ലാലൻ തന്ത്രി, ക്ഷേത്രം മേൽശാന്തി മടത്തുമുറി അജിത് ശാന്തികളുടെയും കാർമ്മികത്വത്തിൽ കൊടിയേറ്റ് കർമ്മം നടക്കും. ഉത്സവാഘോഷങ്ങൾക്ക് മുന്നോടിയായി ഉത്സവ നോട്ടീസിന്റെ പ്രകാശനവും അന്നദാനപുരയുടെ കാൽനാട്ട് കർമ്മവും നടന്നു. ക്ഷേത്രത്തിൽ ഉത്സവാഘോഷങ്ങൾക്കായുള്ള ഒരുക്കങ്ങൾ പുരോഗമിച്ചു വരികയാണെന്ന് ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു. അടിമാലി ശാന്തഗിരി ശ്രീ മഹേശ്വര ക്ഷേത്രത്തിലെ 2025 ആണ്ടിലെ ശിവരാത്രി മഹോത്സവം ഫെബ്രുവരി മാസം 18-ാം തീയതി തൃക്കൊടിയേറുകയാണ്. തൃക്കൊടിയേറിക്കഴിഞ്ഞാൽ മുൻകൊല്ലത്തെ പോലെ തന്നെ അതിൽ കൂടി ഒന്നുകൂടി മികവ് പുലർത്തുന്ന രീതിയിലുള്ള പരിപാടികളാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ഇത്തവണയും ക്ഷേത്രത്തിൽ 10 ദിവസവും അന്നദാനവും ക്രമീകരിച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും പതിവ് ക്ഷേത്ര പൂജകൾക്ക് പുറമെ പ്രത്യേക പൂജാ ചടങ്ങുകളും നടക്കും. 24-ന് വൈകിട്ട് ചാറ്റുപാറ മൂകാംബിക നഗറിൽ നിന്നും താലപ്പൊലി ഘോഷയാത്ര ആരംഭിക്കും. 25-ന് പള്ളിവേട്ട മഹോത്സവം നടക്കും. 26-ന് മഹാശിവരാത്രി ആറാട്ട് മഹോത്സവം നടക്കും.
27 രാവിലെ പിതൃപൂജകളും പിതൃതർപ്പണവും നടക്കും. ഉത്സവാഘോഷത്തിന്റെ ഭാഗമായി എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ വിപുലമായ കലാപരിപാടികളും ക്രമീകരിച്ചിട്ടുള്ളതായി ക്ഷേത്രം പ്രസിഡന്റ് ദേവരാജൻ, സെക്രട്ടറി അശോകൻ, വൈസ് പ്രസിഡന്റ് കിഷോർ, പബ്ലിസിറ്റി ചെയർമാൻ സന്തോഷ് മാധവൻ തുടങ്ങിയവർ അറിയിച്ചു. അയ്യപ്പൻകോവിൽ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ നടന്നു വന്നിരുന്ന തൈപ്പൂയ മഹോത്സവത്തോടനുബന്ധിച്ച് മഹാഘോഷയാത്ര നടന്നു. നിരവധി ഭക്തർ ഘോഷയാത്രയിൽ പങ്കെടുത്തു. ഹൈറേഞ്ചിന്റെ പഴനി എന്നറിയപ്പെടുന്ന അയ്യപ്പൻകോവിൽ ആനക്കുഴി ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ തൈപ്പൂയ മഹോത്സവം ഫെബ്രുവരി 4-നാണ് ആരംഭിച്ചത്. ക്ഷേത്രം തന്ത്രി സുരേഷ് ശ്രീധരൻ തന്ത്രികളുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്ന മഹോത്സവത്തിന്റെ ഭാഗമായി കിഴക്കേമാട്ടുകെട്ട ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ നിന്നും മഹാഘോഷയാത്ര നടന്നു. നിരവധി ഭക്തജനങ്ങൾ ഘോഷയാത്രയിൽ പങ്കെടുത്തു. മഹോത്സവത്തിന്റെ അവസാന ദിവസം ആറാട്ട്, വിശേഷാൽ പൂജകൾ തുടങ്ങിയവ നടന്നു. ഗാനമേളയും മഹോത്സവത്തോടനുബന്ധിച്ച് ക്രമീകരിച്ചിരുന്നു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കെജിസ് ജ്വല്ലറി, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. വേനലിന്റെ ആരംഭത്തിൽ തന്നെ കട്ടപ്പന കല്യാണത്തണ്ടിൽ കുടിവെള്ളക്ഷാമം രൂക്ഷം. നഗരസഭയുടെ കുടിവെള്ള പദ്ധതി ഉണ്ടെങ്കിലും മേഖലയിലെ ജനങ്ങൾക്ക് ഇത് ഫലപ്രദമായി ഉപയോഗിക്കാൻ സാധിക്കുന്നില്ലെന്നാണ് പരാതി. ഇതോടെ വലിയ വില നൽകി കുടിവെള്ളം വാങ്ങേണ്ട ഗതികേടിലാണ് പ്രദേശവാസികൾ. കട്ടപ്പന നഗരസഭയിലെ ഏറ്റവും ഉയർന്ന പ്രദേശങ്ങളിലൊന്നായ കല്യാണത്തണ്ടിലാണ് കുടിവെള്ളക്ഷാമം രൂക്ഷമായിരിക്കുന്നത്. വേനലിന്റെ തുടക്കത്തിൽ തന്നെ കുടിവെള്ളക്ഷാമം രൂക്ഷമായത് പ്രദേശവാസികളെ ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ്. നഗരസഭയുടെ 32, 33 വാർഡുകളിലെ ജനങ്ങളെയാണ് ഇത് പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. കുടിക്കാൻ ശകലം പോലും വെള്ളം കിട്ടുന്നില്ല. 6 ദിവസം 7 ദിവസം കൂടുമ്പോൾ 100 ലിറ്റർ അല്ലെങ്കിൽ 150 ലിറ്റർ വെള്ളം കിട്ടും. ഞങ്ങൾ രണ്ടുപേരും വയ്യാത്തവരാണ്. ഈ പുള്ളിക്കും കാലം വേല, എൻ്റെ 2 മുട്ടിനും വേദനയാണ്. ഞങ്ങൾക്ക് ഒരിടത്തും ഒരു ബക്കറ്റ് വെള്ളം എടുത്തു വരാൻ പറ്റത്തില്ല, നിവൃത്തിയില്ല. ഞങ്ങളെ എങ്ങനെയെങ്കിലും ഒന്നാമത് പഞ്ചായത്ത് വീട് തന്നിരിക്കുന്നു. അതിന് കക്കൂസും അകത്ത, കുളിക്കുകയും വേണം, നനയ്ക്കുകയും വേണം. മെഷീനൊന്നുമില്ല. അതിനകത്ത് കല്ല വെച്ച തല്ലി കണക്കത്, അതിന് പോലും ഉള്ള വെള്ളമില്ല. നിലവിൽ നഗരസഭയുടെ ഉടമസ്ഥതയിൽ ഇവിടെ കുടിവെള്ള പദ്ധതി ഉണ്ടെങ്കിലും ഫലപ്രദമായി ഇത് ഉപയോഗിക്കാൻ കഴിയുന്നില്ല. പലർക്കും കൃത്യമായി കുടിവെള്ളം കിട്ടുന്നുമില്ല. അതുകൊണ്ട് തന്നെ മേഖലയിലെ കുടിവെള്ളക്ഷാമത്തിന് ശാശ്വതമായ പരിഹാരം കണ്ടുകൊണ്ടുള്ള കുടിവെള്ള പദ്ധതി ആവിഷ്കരിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. വന്നപ്പം മുതലുള്ള വെള്ളത്തിന് വളരെ ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക്. എനിക്കാണ് ഒരു പാത്രം വെള്ളത്തിന് പോകാനും വില കൊണ്ടുതരാനും ആരുമില്ല. ഇപ്പോൾ ഒരാഴ്ച കൊണ്ടായിപ്പോൾ വെള്ളം അടിച്ചിട്ടുണ്ടല്ലോ, വെള്ളമില്ല. അലക്കാനും കുളിക്കാനും വെള്ളമില്ല. എനിക്ക് ഒരിടത്തും പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് കുടിവെള്ളം കിട്ടണം. കുടിവെള്ളക്ഷാമത്തിൽ വയോധികരും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ വലിയ ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത്. ഇവിടെ ഞങ്ങൾക്ക് സ്കൂളിൽ കുളിച്ചിട്ട് പോകാൻ ഒരു തുള്ളി വെള്ളമില്ല. രാവിലെ കുളിക്കാൻ വെള്ളമില്ല. യൂണിഫോം തന്നെ ഇടുന്നത്. അതൊന്നും അലക്കാൻ പോലും പറ്റുന്നില്ല. ഞങ്ങൾക്ക് ഈ കുടിവെള്ളം എന്ന് പറയുന്നത് ശാശ്വതമായ ഒരു പരിഹാരമാണ് ആവശ്യം. മുനിസിപ്പാലിറ്റിയിൽ നിന്ന് 450 അടി കുഴൽക്കിണറിന് അനുമതി ആയി ഇവിടെ 2 കൗൺസിലർമാർ വന്നിരുന്നു. പക്ഷേ 450 അടി അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു കാലത്തും വെള്ളം കിട്ടാൻ പോകുന്നില്ല. കാരണം 1000-1200 അടിയെ താഴ്ചയിലുള്ള കുഴൽക്കിണറുകൾ പലതും സ്മാരകമായിട്ട് ഈ വാർഡിൽ ഇപ്പോഴും കിടപ്പുണ്ട്. ഈ കഴിഞ്ഞ ഇടയ്ക്ക് തന്നെ നമ്മുടെ ഇടുക്കി കട്ടപ്പന റോഡ് സൈഡിൽ 450 അടിക്ക് കുഴൽക്കിണർ അടിച്ചിട്ട് ഒരു തുള്ളി പോലും വെള്ളം കിട്ടിയിട്ടില്ല, പാറപ്പൊടി മാത്രമേ ഉള്ളൂ. ആ ഒരു അവസ്ഥയിൽ ഈ കല്യാണത്തണ്ടിൻ്റെ മണ്ടയിൽ 450 അടി അടിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഇവിടെയുള്ളവർക്ക് കുടിവെള്ളം ലഭിക്കത്തുമില്ല, അതിനൊരു പരിഹാരം ഉണ്ടാകത്തുമില്ല. ഞങ്ങളിതിന് മന്ത്രിതലം വരെ പരാതികൾ നൽകിയിരുന്നു. മുൻപ് ഏതാണ്ട് 1 വർഷം മുമ്പ് ബഹുമാനപ്പെട്ട റോഷി അഗസ്റ്റിന് ഇതിന് പരാതി നൽകിയിരുന്നു. അദ്ദേഹം പോലും ഇതൊരു പരിഗണനയിൽ എടുത്തിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വാസ്തവം. മേഖലയിൽ അധിവസിക്കുന്ന 100 കണക്കിന് കുടുംബങ്ങൾ നേരിടുന്ന പ്രതിസന്ധി അധികാരികൾ ഗൗരവമായി കാണുകയും ശാശ്വതമായി നടപടി സ്വീകരിക്കണമെന്നുമാണ് ആവശ്യം. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കെജിസ് ജ്വല്ലറി, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. കമ്പോള വില നിലവാരം.
കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. കാർഡമം ഗ്രൂവേഴ്സ് ഫോർ എവർ ഏലക്കാൽ ഏല വിവരം. ആകെ ലോട്ട് 84. വിൽപ്പനയ്ക്ക് വന്നത് 14,186. വിൽപ്പന നടന്നത് 12,319. കൂടിയ വില 3,124. ശരാശരി വില 2,999. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 650 രൂപ. ഏലം കൂടിയ വില 3000. ഏലം ശരാശരി വില 2,800. കാപ്പിപ്പരിപ്പ് 480. ഗ്രാമ്പു 880. കൊക്കോ 170. റബ്ബർ 190. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 7,940 രൂപ. വെള്ളി 107. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. കേരളത്തിൽ വേനൽക്കാലം ആരംഭിക്കുകയും പകൽ താപനില ക്രമാതീതമായി ഉയരുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ ജോലി സമയം പുനർക്രമീകരിച്ച് ലേബർ കമ്മീഷണർ ഉത്തരവിറക്കി. ജോലി സമയത്തിൽ ക്രമീകരണം ഏർപ്പെടുത്തിയിരിക്കുന്നത് ഫെബ്രുവരി 11 മുതൽ മെയ് 10 വരെ ഉച്ചയ്ക്ക് 12 മണി മുതൽ 3 മണി വരെ. വേനലിന്റെ ആരംഭത്തിൽ തന്നെ കട്ടപ്പന കല്യാണത്തണ്ടിൽ കുടിവെള്ളക്ഷാമം രൂക്ഷം. നഗരസഭയുടെ കുടിവെള്ള പദ്ധതി ഉണ്ടെങ്കിലും മേഖലയിലെ ജനങ്ങൾക്ക് ഇത് ഫലപ്രദമായി ഉപയോഗിക്കാൻ സാധിക്കുന്നില്ലെന്ന് പരാതി. ഇതോടെ വലിയ വില നൽകി കുടിവെള്ളം വാങ്ങേണ്ട ഗതികേടിൽ പ്രദേശവാസികൾ. ലൈഫ് ഭവന പദ്ധതിയിൽ ലഭിച്ച വീട് നിർമ്മാണം പൂർത്തിയാക്കാനാവാതെ പ്രതിസന്ധിയിൽ വിധവയായ സ്ത്രീ. ഭവന നിർമ്മാണം പൂർത്തീകരിക്കുന്നതിന് സുമനസ്സുകളുടെ സഹായം അഭ്യർത്ഥിക്കുന്നത് വണ്ടിപ്പെരിയാർ സത്രം സ്വദേശി വിജയമ്മ. അടിമാലി സ്വകാര്യ ബസ് സ്റ്റാൻഡ് പരിസരത്തെ ദുർഗന്ധം ഒഴിവാക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് അധികൃതർ. ബസ് സ്റ്റാൻഡിൽ പ്രവർത്തിക്കുന്ന ശുചിമുറികളുടെ ഭാഗമായി സ്ഥാപിച്ചിട്ടുള്ള പ്ലാന്റിന്റെ അറ്റകുറ്റപ്പണികൾക്കായി 14 ലക്ഷം രൂപ നീക്കിവെച്ചു. വൈകാതെ ഇതുമായി ബന്ധപ്പെട്ട ജോലികൾ ആരംഭിക്കാനാകുമെന്ന് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.